നമ്മളോടൊപ്പം പൊതുപ്രവർത്തകനായ അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത് അദ്ദേഹം കൂടി ഇപ്പോൾ ചേരുന്നുണ്ട്. പാലിയേക്കര ടോൾ പ്ലാസയിൽ നിന്നാണ് അദ്ദേഹം നമ്മളോടൊപ്പം ചേരുന്നത്. അങ്ങ് എങ്ങനെയാണ് ഈ വിധിയെ കാണുന്നത്? കാരണം ഒരുപാട് നാളുകളായി അവരോട് പറഞ്ഞിരുന്നതാണ്, വ്യക്തമായി പറഞ്ഞിരുന്നു ടോൾ പിരിക്കുന്നത് പാടില്ല, കാരണം കൃത്യമായി പണികൾ നടക്കുന്നുണ്ട്. കൃത്യമായി ഈ ഹൈവേയുടെ നിർമ്മാണ സമയത്തടക്കം അതിന് കൃത്യമായ നിയമമുണ്ടല്ലോ. എന്ന് വെച്ചാൽ പണി നടക്കുമ്പോൾ ഇത് പിരിക്കാൻ പാടില്ല എന്നുള്ള ഒരു, കാരണം വർക്ക് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ടോൾ പിരിക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു നിയമം അടക്കമുണ്ടല്ലോ. അപ്പോൾ എങ്ങനെയാണ് അങ്ങ് ഈ വിധിയെ കാണുന്നത്? ഈ വിധി ഇവിടെ ഈ റോട്ടിൽ കൂടെ ചെയ്യുന്ന ഒരുപാട് സാധാരണക്കാർ ഒരുപാട് ദുരിതം അനുഭവിച്ചിട്ടുണ്ട്. വിമാനത്താവളത്തിൽ പോകുന്ന ആളുകൾ, ഇന്റർവ്യൂവിന് പോകുന്ന ആളുകൾ, കല്യാണത്തിനും മരണത്തിനും പോകുന്ന ആളുകൾ അടക്കം ഒരുപാട് ആളുകള് മണിക്കൂറുകളോളമാണ് ഈ ഗതാഗത കുരുക്കിൽ പെട്ടുകിടുന്നത്. നമ്മൾ ടോൾ കൊടുക്കുന്നു, നമ്മൾ ഗതാഗത കുരുക്കിൽ പെടുന്നു. നമ്മളോട് പഞ്ചായത്ത് റോഡിലൂടെയും സ്റ്റേറ്റ് വഴിയിലൂടെയും ഗതാഗതം ചെയ്യാൻ ഇവർ നിർദ്ദേശിക്കുന്നു. ഇവർ ടോൾ കൊടുത്തിട്ട് നമ്മൾ എന്തിനാണ് ഈ ഗതാഗത കുരുക്കിൽ ചെന്നപ്പെടണേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ വിധി ജനങ്ങൾക്കുള്ള വിധിയാണ്. അതുപോലെ തന്നെ 302 കോടി രൂപയ്ക്കാണ് DPR വന്നത്. 312 കോടി രൂപയ്ക്ക് കരാർ ചെയ്തു. കഴിഞ്ഞ ആ കമ്പനി പറയുന്നത് ഞങ്ങൾ 723 കോടി രൂപ ചെലവാക്കി എന്ന് പറയുന്ന ഒരു കള്ളക്കണക്ക് കൊടുക്കുന്നു. ഇപ്പോൾ 1700 കോടി രൂപ പിരിക്കുന്നു. 2026 വരെ പിരിക്കാൻ ആവശ്യമുള്ളൂ, അത് 2028 വരെ നീട്ടി വാങ്ങുന്നു. ഞാൻ ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തത് ഈ 2026 ഇന്ന് 28 നീട്ടിയ നോട്ടിഫിക്കേഷൻ റദ്ദാക്കുവാനും അന്യായമായ ലാഭം കിട്ടിയ കമ്പനി ഇനി പിരിക്കരുത്. അതായത് ഇവിടെ നിലവിലുള്ള റോഡ്, അതായത് സർക്കാർ അക്വയർ ചെയ്ത കൊടുത്ത സ്ഥലത്ത് റോഡ് പണിയെ മാത്രമേ ഒരു ചെയ്തിട്ടുള്ളൂ. അതും അങ്കമാലി വരെ BOT ഉള്ളൂ. അതിനുശേഷം MOT ആണ്. ആ MOTയിലും പൈസ കുറച്ചിട്ടില്ല, BOTയിലും പൈസ കുറച്ചിട്ടില്ല. മാത്രമല്ല അന്യായമായ കൊള്ള ലാഭം കിട്ടിയിട്ട് പോലും ഈ കമ്പനി ടോൾ പിരിക്കുന്നു. അപ്പൊ അത് തടയണമെന്ന് പറഞ്ഞിട്ടാണ് ഹർജി കൊടുത്തത്. ഈ കമ്പനിക്കെതിരെ CBI 100 കോടി രൂപ വരെ അറ്റകുറ്റപ്പണി നടത്തിയെന്ന് കള്ളക്കണക്ക് എടുത്തതിന് കേസെടുത്തിട്ടുണ്ട്. 125 കോടി രൂപ കരാർ പ്രകാരമുള്ള പണികൾ പൂർത്തീകരിക്കാതെ ടോൾ പിരിച്ചതിന് 125 കോടി രൂപയ്ക്ക് ED കേസെടുത്തിട്ടുണ്ട്. അങ്ങനെ നടത്തുന്ന കൊള്ള ചെയ്യുന്ന ഈ കമ്പനിക്ക് ദേശീയപാത അതോറിറ്റി ഒത്താശ ചെയ്തു കൊടുക്കുകയാണ്, അതിൽ ഉദ്യോഗസ്ഥന്മാർ ഒത്താശ ചെയ്തു കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് ജനങ്ങൾക്കുള്ള വിധിയാണ്. ജനങ്ങൾക്ക് ഈ ദേശീയപാത അതോറിറ്റി ജനങ്ങൾക്കും കോടതിക്കും മുകളിലല്ല. ദേശീയപാത അതോറിറ്റി നിലയ്ക്ക് നിർത്താൻ ജനങ്ങൾക്കും കോടതിക്കും മാത്രമേ സാധിക്കുള്ളൂ, ഒരു സംശയമില്ല. മാത്രമല്ല ഒരുപാട് പല പാർട്ടിയിലെ പ്രവർത്തകർ ഇവിടെ തല്ലുകൊണ്ടിട്ടുണ്ട്, ഈ അനീതിക്കെതിരെ പ്രതിഷേധിച്ചിട്ടുണ്ട്. അവർക്കെല്ലാം ഈ വിധി നമ്മൾ ഡിബേറ്റ് ചെയ്യുകയാണ്. നമ്മൾ ഈ 4 ആഴ്ചത്തെ ഈ വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അവർ പോകുമെന്ന് അറിയുന്നതുകൊണ്ട് നമ്മൾ തടസ്സഹർജി ഇട്ടിട്ടുണ്ട്. ആ തടസ്സഹർജി വാദം ശേഷം മാത്രമേ നമ്മൾ ഈ സുപ്രീം കോടതിയിൽ നമ്മൾ ശക്തമായ നിലപാടെടുക്കും. നിയമ പോരാട്ടമായി നമ്മൾ മുന്നോട്ട് പോകും, ഒരു സംശയമില്ല. മറ്റൊന്ന്, 4 ആഴ്ചത്തേക്കാണ് ഇപ്പോൾ ഹൈക്കോടതി ഇപ്പോൾ പിരിക്കരുത് എന്ന് പറഞ്ഞേക്കുന്നത്. അത് കഴിയുമ്പോൾ അപ്പോൾ ഈ അങ്ങ് പറഞ്ഞ മറ്റ് പോയിന്റുകൾ ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ 2028 വരെ നീട്ടി വാങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ 4 ആഴ്ച കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് നീങ്ങാൻ ഉദ്ദേശിക്കുന്നത്? 4 ആഴ്ചക്കുള്ളിൽ പണികൾ പൂർത്തീകരിക്കാൻ പറഞ്ഞ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് പണികൾ പൂർത്തീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവരോട് പണികൾ പൂർത്തീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർ ഇപ്പോൾ തന്നെ ഹൈക്കോടതി 1 മാസം സമയം കൊടുത്തിട്ട് പോലും പണി പൂർത്തീകരിച്ചിട്ടില്ല. തൃശ്ശൂർ ജില്ലാ കളക്ടർ പല മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട് ഇവരോട് പറഞ്ഞു പണി പൂർത്തീകരിക്കാൻ പറഞ്ഞു. എന്നിട്ട് പോലും ഇവർ പണി പൂർത്തീകരിക്കാൻ പറ്റില്ല. ഇവർക്ക് ധാർഷ്ട്യമാണ്. ജനങ്ങളെ ഏത് കുഴിയിൽ കൂടെ ആയാലും ജനങ്ങൾ പോകുമെന്നുള്ള ഒരു ധാർഷ്ട്യമാണ് ഇവർക്കുള്ളത്. ആ ധാർഷ്ട്യത്തിന് ഏറ്റ തിരിച്ചടിയാണ് ഈ വിധി. ജനങ്ങൾക്കുള്ള വിധിയാണ്. വളരെ നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന്. പൊതുപ്രവർത്തകൻ അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത് അദ്ദേഹമാണ് നമ്മളോട് ഇപ്പോൾ ഇത് സംബന്ധിച്ച് പ്രതികരിച്ചത്. അദ്ദേഹം പാലിയേക്കര ടോൾ പ്ലാസയിൽ നിന്നാണ് നമ്മളോട് സംസാരിച്ചത്. അവിടെ 4 ആഴ്ചത്തേക്ക് ടോൾ പിരിക്കരുത് എന്ന് ഇപ്പോൾ അദ്ദേഹം അടക്കമുള്ള ആളുകൾ കൊടുത്ത ഹർജിയിന്മേൽ ഹൈക്കോടതി വിധി പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് സാധാരണക്കാരായ മനുഷ്യർക്ക് ഒരുപാട് ആശ്വാസം പകരുന്ന ഒരു വിധിയാണ് അത്. കാരണം മണിക്കൂറുകളോളമാണ് അവിടെ ഫ്ലൈ ഓവർ പണിയുന്നതുമായി ബന്ധപ്പെട്ട അടക്കമുള്ള കാര്യങ്ങളിൽ, അതുപോലെ സൈഡ് റോഡ് അടക്കമുള്ള റോഡുകളിൽ കുഴികളാണ് നിറയെ, വണ്ടികൾക്ക് കൃത്യമായി പോകാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള ഒരുപാട് ദുരിതം അനുഭവിച്ചാണ് ആ വഴിയിൽ കൂടി, ഹൈവേയിൽ കൂടി ആളുകൾ ഇപ്പോൾ പോകുന്നത്. അതിനെതിരെ കൊടുത്ത ഹർജിയിലാണ് ഇപ്പോൾ ഈ വിധി വന്നിരിക്കുന്നത്. വളരെ നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന് ഈ വിഷയത്തിൽ.